1,50,000 രൂപ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് നമുക്കൊരു ഓഫർ കിട്ടിയത് നിങ്ങൾ കണ്ടു. ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് ഇവിടുന്ന് വിഡ്രോ ചെയ്യാൻ പറ്റും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട്. 100% ഇൻസ്റ്റന്റ് ആണ്. വലിയ പ്രൊസീജിയറോ കാര്യങ്ങളോ ഒന്നുമില്ല. IDFC ഫസ്റ്റ് ബാങ്ക് ആണ് നമുക്ക് ഈ ലോൺ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ സ്ക്രീൻ റെക്കോർഡാണ് നിങ്ങളോട് കണ്ടത്. നമുക്ക് ഇൻസ്റ്റന്റ്ലി ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രീ അപ്രൂവ്ഡ് ഓഫറാണ് 1,50,000 രൂപയുടെ. നമുക്ക് 36 തൊട്ട് 60 മാസം വരെയുള്ള ടെന്യൂറിലാണ് നമുക്ക് ഈ ലോൺ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഈ ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. ഈ ആപ്ലിക്കേഷന്റെ നെയിം നമ്മൾ വഴിയെ പറയാം. കാരണം തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ആരും ഫുള്ള് കാണാതെ ആപ്പിലേക്ക് പോകും. അതുകൊണ്ട് ഇതിന്റെ ക്രൈറ്റീരിയസ് ഒക്കെ പറഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ആപ്പിന്റെ നെയിം പറയുന്നുള്ളൂ. നമ്മൾ പറയുന്നുണ്ട് വീഡിയോ ശ്രദ്ധിച്ച് കണ്ടു കഴിഞ്ഞാൽ ആപ്പിന്റെ നെയിം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഈ ആപ്ലിക്കേഷനിൽ വേണ്ട ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ക്രെഡിറ്റ് ഹിസ്റ്ററി ഉണ്ടായിരിക്കണം. കുഴപ്പമില്ലാത്ത സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ലോൺ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചടയ്ക്കുമെന്ന് ആ ഏജൻസിക്ക് തോന്നുന്ന അല്ലെങ്കിൽ ആ കമ്പനിക്ക് തോന്നുന്ന ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് ഉണ്ടാവണം. നല്ലൊരു ലിമിറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ആവറേജ് ഒരു 750 താഴെ നമുക്ക് സിവിൽ സ്കോർ അല്ലെങ്കിൽ ക്രെഡിറ്റ് ഹിസ്റ്ററി കാണണം. സ്കോർ കാണണം. പിന്നെ ഹിസ്റ്ററിക്ക് അത് ഓവർഡ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല. ക്രെഡിറ്റ് കാർഡിന്റെ ഓവർ യൂസ് പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്പെൻഡിംഗ് ഒക്കെ വൈസിട്ടായിരിക്കണം. നമുക്ക് കുറച്ച് സ്പെൻഡുകൾ കാര്യങ്ങളൊക്കെ പാടുള്ളൂ. ഒരുപാട് ലോൺ അക്കൗണ്ടുകൾ പാടില്ല. ഒരുപാട് ലോൺ എൻക്വയറീസ് ഉണ്ടെങ്കിൽ പറ്റത്തില്ല. അപ്പൊ സ്കോർ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം. അപ്പൊ നിങ്ങൾക്ക് സ്കോർ ഒക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് നോക്കാം. അതേപോലെ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കുഴപ്പമില്ലാത്ത ട്രാൻസാക്ഷൻസും നടക്കണം. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് വരുന്ന ക്രൈറ്റീരിയ. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആപ്പ് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയാണ് നമുക്ക് പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡിസ്ബാക്കി എടുക്കുന്നത് എന്നുള്ളതിന്റെ സ്ക്രീൻ റെക്കോർഡഡ് വീഡിയോ ഉണ്ട്, കണ്ടു നോക്കാം. ആപ്പ് ഓപ്പൺ ചെയ്ത് നമുക്ക് ലോൺ സെക്ഷൻ ഉണ്ട്. ലോൺ സെക്ഷനുമായി പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രീ അപ്രൂവ്ഡ് ആണ് കേട്ടോ. വിത്തൗട്ട് ഇൻകം പ്രൂഫ് ആണ് നമുക്ക് അപ്രൂവ് അയക്കുന്നത്. പ്രീ അപ്രൂവ്ഡ് ആണ്. ഒരു ലോൺ ഓഫർ കിടപ്പുണ്ട്. 1,50,000 രൂപയുടെ ലോൺ ഓഫർ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ഒരു ഇൻകം പ്രൂഫ് പോലും നമ്മൾ കൊടുത്തിട്ടില്ല. ആപ്ലിക്കേഷന്റെ നെയിം ഗ്രോ എന്നാണ്. നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്യാറുണ്ടാവും. ഗ്രോ മ്യൂച്വൽ ഫണ്ട്സിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ എല്ലാ പർപ്പസിനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് നമ്മുടെ ഗ്രോ എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് സ്റ്റോക്സിനൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അവിടെ നമുക്ക് ലോൺസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആപ്പിൽ. ഈ ലോൺസ് എന്ന സെക്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 1,50,000 രൂപ പ്രീ അപ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. 15,000 ആക്കണമെങ്കിൽ 15,000 ആക്കാം, 20,000 ആക്കണമെങ്കിൽ 20,000 ആക്കാം, 25,000, 30,000 എത്ര രൂപ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്തെടുക്കാം. 1,50,000 രൂപ വരെ എടുക്കാം എന്നൊരു ഇത് തന്നിട്ടുണ്ടാവില്ല. നമുക്കത് ചെയ്തു നോക്കാം. ഇനി നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും പ്ലാൻ. ഇപ്പൊ നമുക്ക് 60 മാസം, 33 മാസം, 6 മാസത്തെ EMI പ്ലാൻസ് ഉണ്ട്. 60 മാസം ആണെങ്കിൽ 3,802 രൂപയാണ് നമുക്ക് പെർ മന്ത് EMI ആയിട്ട് വരാം. 60 മാസം കൊണ്ട് നമ്മൾ അടച്ചു തീർത്താൽ മതി. 1,45,715 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് കിട്ടും. IDFC ഫസ്റ്റ് ബാങ്ക് ആണ് ഈ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൽ ഓട്ടോ പേ സെറ്റ് ചെയ്യണം. പിന്നെ KYC ചെയ്യണം. അത് നമ്മുടെ ആധാർ ബേസ്ഡ് KYC ആയിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇൻസ്റ്റന്റ്ലി ഈ എമൗണ്ട് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്സ് ഭയങ്കര സിമ്പിൾ ആണ്. വേറെ വലിയ വെരിഫിക്കേഷൻ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ഇൻകം വെരിഫിക്കേഷൻ വേണ്ടി ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. ഇനി നമുക്ക് EMI ഡീറ്റെയിൽസ് 60 മാസത്തേക്ക് നോക്കുകയാണെങ്കിൽ 3,802 രൂപയാണ് EMI വരിക. 17.75% നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരിക. 77,820 രൂപ നമ്മൾ 60 മാസം കൊണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കുന്നുണ്ട്. പ്രോസസിംഗ് ഫീ എന്ന് പറയുന്നത് 4,285 രൂപയാണ്. വിഡ്രോ നമുക്ക് കിട്ടുന്ന ഡേറ്റും ഫസ്റ്റ് EMI ഡേറ്റും ലാസ്റ്റ് EMI ഡേറ്റും നമുക്ക് ലോൺ ടെന്യൂർ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ മെൻഷൻഡ് ആണ്. നമുക്ക് ഇനി റീപേയ്മെന്റ് നമുക്ക് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അതിന് ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്ക് റീപേയ്മെന്റ് ഷെഡ്യൂൾ വേണമെങ്കിൽ 60 മാസത്തെ താഴെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഷെഡ്യൂൾ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ലോണിന്റെ ഡീറ്റെയിൽസ്. 60 മാസത്തേക്ക് നമ്മൾ ഈ പ്ലാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഡീറ്റെയിൽസ് ഇതാണ്. നമുക്ക് എക്സ്ട്രാ ആയിട്ട് 77,820 രൂപയോളം നമ്മൾ എക്സ്ട്രാ ആയിട്ട് അവർക്ക് കൊടുക്കണം. എന്തായാലും 60 മാസം കൊണ്ട് കൊടുക്കണം. ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ പ്രോസസിംഗ് ഫീ വരുന്നുണ്ടല്ലോ 4,285 രൂപ പ്രോസസിംഗ് ഫീ വരുന്നുണ്ട്. ഇതാണ് നമുക്ക് ടോട്ടലി ഓവറോൾ നമ്മുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് വരുന്ന ചാർജുകൾ. നമുക്ക് ഇൻസ്റ്റന്റ്ലി ബാക്കി നമ്മുടെ ഓട്ടോ പേയ്മെന്റും സ്റ്റെപ്പുകളും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ്ലി നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ എമൗണ്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അവിടെ നിന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഗ്രോ എന്നാണ് നമ്മുടെ ആപ്ലിക്കേഷന്റെ പേര്. പ്ലേ സ്റ്റോറിലൊക്കെ ലിസ്റ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ ആർക്കെങ്കിലും ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. അത്യാവശ്യം ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു.